നമ്മുടെ ഭാരതം ഭാവിയിൽ അനുഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം ജനമാലിന്യം മൂലമുള്ളതാവും എന്നാണ് പോങ്ങന്റെ ഒരു വിചാരം. ജനസംഖ്യയിൽ സംഭവിക്കുന്ന വർധനവിനെ ജനസമ്പത്തായി അളക്കുന്നവരാണ് അധികവുമുള്ളത്. ഭാരതത്തിന്റെ ശക്തിയായി ബുദ്ധിജീവികൾ അളക്കുന്നതും നമ്മുടെ ജനസംഖ്യയെ തന്നെയാണ്. ഭാഗികമായി അത് ശരിയുമാണ്. അറ്റൻഷൻ ഇക്കോണമിയുടെ കാലത്ത് നമ്മുടെ ഈ ജനശക്തി ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഭാരതത്തെ വലിയൊരു ചന്തയായി മാറ്റുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഈ പേറ്റുനില ഇതേ മട്ടിൽ തുടർന്നു പോയാൽ അധികം വൈകാതെ ഈ രാജ്യത്ത് രാജ്യവിരുദ്ധരുടെ എണ്ണത്തിൽ വലിയ പെരുക്കമുണ്ടാവും. രാജ്യസുരക്ഷയ്ക്ക് ശക്തമായിട്ടുള്ള വെല്ലുവിളിയും സമാധാന സുന്ദരമായിട്ടുള്ള സാമൂഹ്യ ജീവിതത്തിന് കടുത്ത ഭീഷണിയുമായി ആ സാഹചര്യം മാറുകയും ചെയ്യും. ശരിയാണ്, നിലവിൽ ഭയക്കാനൊന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ നമുക്ക് ഭയക്കാനൊന്നും ഉണ്ടാവില്ല കുറച്ചു കാലത്തേക്ക്. നമ്മുടെയൊക്കെ കാലം കഴിയുമ്പോൾ പിന്നെ നമ്മളില്ലാത്തത് കൊണ്ട് നമുക്ക് തട്ടുകേടൊന്നും സംഭവിക്കാനുമില്ല. എന്നാൽ അങ്ങനെ സമാധാനിക്കുന്നത് സ്വാർത്ഥതയായിട്ടാണ് പോകാൻ തോന്നുന്നത്. നമ്മുടെയൊക്കെ വരും തലമുറ ഇവിടെ അധികപ്പറ്റായി കഴിയേണ്ടതായിട്ടുള്ള സാഹചര്യം സൃഷ്ടിക്കുന്ന നിലയിലാണ് ഇവിടെ പേറു നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു വിചാരം പോകാനുണ്ട്. അതൊരു ദുഷ്ടവിചാരമാണോ മോശം വിചാരമാണോ എന്ന് എനിക്കറിയില്ല. എൻ്റെ മനസ്സിലാക്കലുകൾ വെച്ചിട്ട് അതൊരു കഷ്ടത പിടിച്ച പോക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പണ്ടായിരുന്നുവെങ്കിൽ 10 പറയേണ്ടതായിട്ടുള്ള കാര്യമൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഈ ക്ഷയത്തിനും വസൂരിക്കും കുഷ്ഠത്തിനും അതുപോലെ തന്നെ മറ്റു മഹാമാരികൾക്കും ഒക്കെ കൊടുത്തതിന് ശേഷം കൃഷിക്കും വരുമാനത്തിനുമൊക്കെ വക കൊള്ളിക്കാവുന്ന നിലയിൽ കുടുംബത്തിൽ ഒരു 2-3 എണ്ണം വേണമെന്നുണ്ടെങ്കിൽ 10 പേരെങ്കിലും കുറഞ്ഞത് അക്കാലത്ത് പെറ്റേ മതിയാകുണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് നമ്മുടെ ഒരു സാഹചര്യം. ഇന്ന് പക്ഷേ സ്ഥിതി അങ്ങനെയല്ല. ആരോഗ്യരംഗം കണ്ടമാനം മെച്ചപ്പെട്ടു. ആയുർദൈർഘ്യം വല്ലാതെ കണ്ട് കൂടി. പണ്ടൊക്കെ 10-40 വയസ്സാകുമ്പോഴത്തേക്കും സിദ്ധി കൂടിയിരുന്നിടത്ത് ഇന്ന് 80 ആവുമ്പോഴത്തേക്കും അത്യാവശ്യം ചെറുപ്പം അവശേഷിക്കുന്നുണ്ടാകും 80 എന്ന് പറയുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തി. അതാണ് ഒരു പ്രതീക്ഷയും. എന്തായാലും ഇനിയും പഴയപടി ഈ പേർ അങ്ങ് തുടർന്നു പോയി കഴിഞ്ഞാൽ അത് ആപത്താണ്. മുൻപ് നാം 2 നമുക്ക് 2 എന്ന മട്ടിൽ കോൺഗ്രസുകാർ കുടുംബാസൂത്രണം കൊണ്ടുവന്നു. ദേശീയ ബുദ്ധിയുള്ള മനുഷ്യർ അത് തീർച്ചയായിട്ടും അനുസരിച്ചു. മതബുദ്ധിയുള്ളവർ പേര് തുടരുകയും ചെയ്തു. പിന്നീട് ദമ്പതിമാർ 2 അല്ല 1 ആണെന്ന തോന്നൽ ഏതോ ഒരു പരസ്യമെഴുത്ത് കലാകാരനിൽ ഉണ്ടായപ്പോൾ അയാൾ പരസ്യവാചകം കൊണ്ട് ഒന്നുകൂടി കുടുംബാസൂത്രണത്തെ മുറുക്കി കെട്ടി. അതായത് നാം 1 നമുക്കൊന്ന് എന്ന നിലയ്ക്ക് വീണ്ടും കോൺഗ്രസ് പേറ്റു നിയന്ത്രണം നമ്മുടെ ഇവിടെ കൊണ്ടുവന്നു. ദേശീയബോധമുള്ളവർ അതും അനുസരിച്ചു. മതബോധമുള്ളവർ സ്വാഭാവികമായിട്ടും പേര് തുടരുകയും ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ ഏത് തരം ആളുകളുടെ പേറുവേഗമാണ് വർദ്ധിക്കുന്നതെന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. തീർച്ചയായിട്ടും അത് പരിശോധിക്കണം. ദേശീയ ബുദ്ധിയുള്ള മനുഷ്യരുടെ എണ്ണത്തിൽ, അല്ലെങ്കിൽ മതാതീതമായിട്ടുള്ള മാനവിക ബുദ്ധിയുള്ള മനുഷ്യരുടെ എണ്ണത്തിൽ എത്രമാത്രം വർധന സംഭവിക്കുന്നുണ്ട്, അതുപോലെ മതബാധിതരായിട്ടുള്ള മനുഷ്യരുടെ എണ്ണപ്പെരുക്കം എത്ര വേഗത്തിലാണ്. ഇവ തമ്മിലുള്ള അന്തരം പരിശോധിച്ചാൽ എത്ര വർഷങ്ങൾ കൂടി ദേശീയ ബോധമുള്ള മനുഷ്യർ ഭാരത മണ്ണിൽ അവശേഷിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ 25% മതബാധിതരുള്ള ഒരു ജനാധിപത്യ രാജ്യത്തെ 2ാം ഘട്ട അർബുദം പിടിമുറുക്കിയിട്ടുള്ള ഒരു രാഷ്ട്ര ശരീരമായി വേണം മനസ്സിലാക്കാൻ. കൃത്യമായിട്ടുള്ള പിഴവറ്റ ചികിത്സ അതീവ ഗൗരവത്തോടുകൂടി തുടങ്ങേണ്ട നേരമായിരിക്കുന്നു എന്നതാണ് നേര്. 25% മതബാധിതരും 75% അങ്ങനെ അല്ലാത്തവരും ഉണ്ടാകുമ്പോൾ ആ 75%-നല്ലേ ഭൂരിപക്ഷം എന്ന് പറയുന്ന ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ സ്വാഭാവികമായിട്ടും വന്നേക്കാം. എന്നാൽ ഈ 75% വരുന്ന മനുഷ്യരിൽ വ്യാജ മതേതരരും നാസ്തികരും യുക്തിവാദികളും ദേശീയവാദികളും അസംഘടിത മതസ്ഥരും ഹൈന്ദവ വിശ്വാസികളും അതുപോലെ തന്നെ ഒറ്റുകാരും ദൈവവിരോധികളും സാദാദേശവിരുദ്ധരും സാമൂഹ്യദ്രോഹികളും സ്വാർത്ഥരും അവസരവാദികളും ക്രൂരന്മാരും ചതിയന്മാരും വഞ്ചകരും കൊള്ളരുതാത്തവന്മാരും നഹാനാറികളും ഒക്കെ ഉണ്ടാവും. അവരൊന്നും സംഘടിത ബുദ്ധിയുള്ളവരല്ല. പല കൂട്ടമായി 75% ആളുകളും അങ്ങോട്ടേക്ക് ചിതറിപ്പോകും. ഈ ഭൂരിപക്ഷം എന്ന് പറയുന്നത് എപ്പോഴും ചിതറിക്കിടക്കുന്നവരാണ്. എന്നാൽ 25% വരുന്ന മതബാധിതർ എപ്പോഴും ഒറ്റക്കെട്ടാണ്. അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യമുണ്ട്, നിശ്ചയിച്ചുറപ്പിച്ച ഒരു യാത്രാപഥമുണ്ട്. അവർ ജന്മനാടിനോടൊട്ടും തന്നെ കൂറുള്ളവരല്ല. അതങ്ങനെ വേണമെന്ന് വെച്ചിട്ടല്ല, നിവൃത്തികേടാണ്. മതപ്പാല് കുടിച്ച് വളരുന്നത് കൊണ്ട് സംഭവിക്കുന്ന കുഴപ്പവുമാണ്. ഈ രാജ്യം അതിന്റെ പൗരന്മാർക്ക് നൽകുന്ന എല്ലാ അവകാശങ്ങളും ആസ്വദിച്ചുകൊണ്ട് സ്വന്തം ദൈവത്തിന്റെ കൂലിപ്പട്ടാളമായി ജന്മനാട്ടിൽ കഴിയുന്നവരാണ് മതബാധിതരായിട്ടുള്ള മനുഷ്യർ, അല്ലെങ്കിൽ മതാർബുദ രോഗാണുക്കൾ. അവർ ഒറ്റക്കെട്ടായി അവരുടെ ലക്ഷ്യത്തിലേക്ക് പെറ്റങ്ങനെ അങ്ങോട്ട് പോവുകയാണ്. 25% വരുന്ന മതബാധിതരിൽ നിന്നും ജനാധിപത്യത്തെ സംരക്ഷിച്ചു നിർത്താൻ ഭൂരിപക്ഷം വരുന്ന 75% കൊണ്ട് സാധിക്കുകയില്ല. ദയവായി ആ ഒരു വീക്ഷണകോണിലൂടെ പേറ്റുവേലയെ കണ്ടു മനസ്സിലാക്കി ഈ മതാർബുദത്തെ 3ാം ഘട്ടത്തിലേക്ക് വളരാൻ അനുവദിക്കരുതേ എന്നാണ്
ആദ്യമായി പോങ്ങന് RSSനോട് പ്രാർത്ഥിക്കാനുള്ളത്. ആ ഉമ്മൂമ്മ, 90കൾക്കപ്പുറം വയസ്സെത്തി നിന്ന ആ ഉമ്മൂമ്മ, കൊച്ചുമകനാൽ കൊല്ലപ്പെട്ട ആ ഉമ്മൂമ്മ 11 കുട്ടികളെ പ്രസവിച്ചു എന്നാണ് പറഞ്ഞത്. 11 കുട്ടികളെ പ്രസവിച്ചു. എന്നിട്ടും അവർ കഴിഞ്ഞുകൂടിയത് ഒരു തകരഷീറ്റിട്ട മുറിയിൽ എന്ന് പറയുമ്പോൾ അവരെന്തിനാണ് ഈ 11 പേറ് പെറ്റത്? അത്രയും വേദന, പേറ്റുവേദന എന്ന് പറഞ്ഞ ചെറിയ വേദനയല്ല. പോങ്ങൻ പ്രസവിച്ചിട്ടില്ല എങ്കിൽ പോലും പോങ്ങൻ്റെ ഒരു പൊതുജ്ഞാനം വെച്ചുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒട്ടും തന്നെ നിസ്സാരമെന്ന് കാണാൻ കഴിയുന്ന തരത്തിലുള്ളൊരു വേദനയല്ല പേറ്റുവേദന. 11 തവണ ആ ഉമ്മൂമ്മ പേറ്റുവേദന അനുഭവിച്ചു. എന്ത് കാര്യത്തിന്? ആർക്ക് ഗുണമുണ്ടായി ആ 11 പേറുകൊണ്ട്? കാനേഷുമാരി കണക്കിലേക്ക് സംഭാവന ചെയ്ത ആ 11 പേറുകൊണ്ട് അനുഭവിച്ച പേറ്റുവേദന കൊണ്ട് ഒരാൾക്കും പ്രയോജനമുണ്ടായിട്ടില്ല. ഒരു സമുദായത്തിന് വേണമെങ്കിൽ അവരുടെ കാനേഷുമാരി കണക്കിലേക്ക് കൊള്ളിക്കാവുന്ന ഒരു വക എന്നുള്ളതിന് അപ്പുറത്തേക്ക് ആ ഉമ്മൂമ്മയ്ക്ക് ഉപ്പൂപ്പനോ ഒന്നും ഉണ്ടായില്ല, ഒരു പ്രയോജനവും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അല്ലേ? എന്ത് കഷ്ടമാണ് കാര്യങ്ങൾ! എന്തിനാണിങ്ങനെ പെറുന്നത്? എന്തിനാണ് ഇത്രമാത്രം പെറ്റുകൂട്ടുന്നത്? ആരെ തോൽപ്പിക്കാൻ? ആർക്കു വേണ്ടി? അവനവന് ഗുണമില്ലാതെ ഇങ്ങനെ മക്കളെ പെറ്റുകൂട്ടിയിട്ട് എന്തു പ്രയോജനം? നമ്മുടെ ഉമ്മമാര് എന്തിനാ ഇങ്ങനെ സഹിക്കുന്നത്? ഇതൊക്കെയാണ് ഇനിയുള്ള കുഞ്ഞുങ്ങൾ, വളർന്നു വരേണ്ട കുഞ്ഞുങ്ങൾ ഓർക്കേണ്ടത്. മാതാവിന് പോലും ഗുണമില്ലാത്ത മക്കളെ കൊണ്ട് ആർക്കാണ് പ്രയോജനം ഇരിക്കുന്നത്? ഏത് സമൂഹത്തിനാണ് ഗുണമിരിക്കുന്നത്? ഇതുപോലുള്ള മക്കളുണ്ടായിട്ട് എന്ത് കാര്യം ഇരിക്കുന്നത്? അങ്ങനെ എങ്ങനെ നോക്കിയാലും നിർബന്ധമായും നമുക്ക് പേറ്റു നിയന്ത്രണം വേണം. സ്വന്തം അമ്മയോടോ അമ്മൂമ്മയോടോ പോലും ദയ കാണിക്കാത്ത മക്കൾക്ക് സമൂഹത്തോട് എന്ത് കൂറാണ് ഉണ്ടാവുക? പ്രാർത്ഥനയും ദേവാലയ സന്ദർശനവും മുടക്കാത്ത ഒരുവന് മതത്തിലും താഴെയാണ്, അവൻ്റെ മതത്തിലും താഴെയാണ് സ്വന്തം മാതാവും മാതാവിൻ്റെ മാതാവും എങ്കിൽ അവർക്കെങ്ങനെയാണ്, ആ മനോഭാവമുള്ള മനുഷ്യർക്ക് എങ്ങനെയാണ് മറ്റു മനുഷ്യരോട് ദയവുണ്ടാവുക? മാതാവിൻ്റെ പാലിനേക്കാൾ മതപ്പാലിന് മൂല്യം കൊടുത്തു പോയാൽ അങ്ങനെയുള്ളവരില്ലേ ഈ ലോകത്ത്? സങ്കടകരമല്ലേ അവസ്ഥ? എണ്ണം കൂടുമ്പോൾ ഗുണം അങ്ങോട്ട് കുറഞ്ഞു പോകും, എണ്ണം കൂടുമ്പോൾ ഗുണം കുറയും. അതുകൊണ്ട് നാം ഒന്ന്, നമുക്ക് 2 എന്ന നിലയിൽ പേറുമിതത്വം കൈവരിക്കാൻ നമ്മുടെ രാജ്യത്തിന് കഴിയണം. സാമൂഹ്യബോധം, പൗരബുദ്ധി, മതാതീതമായിട്ടുള്ള മാനവിക ഭാവം, സഹജീവി സ്നേഹം എന്നിങ്ങനെയുള്ള സദ്ഗുണങ്ങൾ സ്വഭാവത്തിലുള്ള ജനസമൂഹമാണ് രാജ്യത്തിന് ജനസമ്പത്തായി മാറുന്നത്, രാജ്യത്തിൻ്റെ ജനസമ്പത്തായി മാറുന്നത്. അത്തരക്കാരാണ്. മതബുദ്ധി മാത്രമുള്ള മനുഷ്യർ, അതേത് മതസ്ഥരായാലും അവർ ജനമാലിന്യം മാത്രമാണ്, ജനമാലിന്യം. ഈ ഹിന്ദു സ്ത്രീകൾ കുറഞ്ഞത് 3 കുട്ടികളെ എങ്കിലും പ്രസവിക്കണമെന്ന് ശ്രീ മോഹൻ ഭാഗവത് അഭിപ്രായപ്പെട്ട കാര്യം പോങ്ങൻ ഓർമ്മയുണ്ട്. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ നിർദ്ദേശം പ്രാവർത്തികമാക്കുകയാണ് എന്നുണ്ടെങ്കിൽ പോങ്ങൻ തുടക്കത്തിൽ പങ്കുവച്ചിട്ടുള്ള ആശങ്കയ്ക്ക് ഒരു പരിധിവരെ അത് പരിഹാരമാകും, അത് സത്യമാണ്. പക്ഷെ നമ്മുടെ രാജ്യത്തെ മതമംഗകൾ പരസ്പരം നടത്തുന്ന പേറ്റുയുദ്ധം മാത്രമായി അത് ചുരുങ്ങിപ്പോവില്ലേ? പേറ്റുയുദ്ധം, അങ്ങനെ ഒരു കുഴപ്പം അതിനില്ലേ? എന്ന് മാത്രവുമല്ല, പേറ്റുയുദ്ധം ജനമാലിന്യത്തിന് വഴിവെക്കുകയും ചെയ്യും. ഈ പോങ്ങന്റെ അഭിപ്രായത്തിൽ ഹിന്ദു പെണ്ണുങ്ങൾ പേറ്റുയുദ്ധത്തിൽ പങ്കെടുത്തതുകൊണ്ടോ, അല്ലെങ്കിൽ മതേതര ഹിന്ദുക്കൾ വിശ്വസിക്കുന്നത് പോലെ ഈ എക്സ് മതസ്ഥർ ഒറ്റക്കെട്ടായി പരിഹാസ ശരങ്ങൾ തൊടുക്കുന്നത് കൊണ്ടോ ജനമാലിന്യ ശുദ്ധീകരണം നടത്താനോ അല്ലെങ്കിൽ മതാർബുദം നീക്കം ചെയ്യാനോ സാധിക്കില്ല. അതിന് കഴിയില്ല. കൊച്ചു കുഞ്ഞുങ്ങൾ മതപ്പാല് കുടിച്ച് വളരുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് മാറ്റണം, നിയമം കൊണ്ട് മാറ്റണം. അമ്മിഞ്ഞപ്പാല് കുടിച്ച് കുട്ടികൾ വളരണം, മതപ്പാലല്ല കുടിക്കേണ്ടത്. എല്ലാ മതത്തിനും തുല്യ പരിഗണന കൊടുക്കണം രാജ്യത്ത്. ഒരു മതത്തിന് പ്രത്യേക നിയമം, മറ്റു കൂട്ടർക്ക് വേറൊരു നിയമം, അങ്ങനെ ഒന്നും പാടില്ല. ഒരു പരിഷ്കൃത സമൂഹത്തിൽ അതുണ്ടാവാൻ പാടില്ല, അങ്ങനെ ഒരു ചിന്ത, വേർതിരിവ്. നിയമം കൊണ്ടുള്ള ചികിത്സയെ ഇതിനൊക്കെ സാധിക്കുള്ളൂ. അല്ലാതെ നമ്മൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പരിഹാസം ചൊരിഞ്ഞാലോ, അധിക്ഷേപിച്ചാലോ, മൂക്കത്ത് വിരൽ വെച്ച നാണം 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, കൊഞ്ഞനം കുത്തി കാണിച്ചാലോ
മനുഷ്യർ നന്നാവുമോ? വെറുപ്പ് കൂടും എന്നല്ലാതെ, വൈരാഗ്യബുദ്ധി വളരും എന്നല്ലാതെ സമൂഹത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ഗുണമുണ്ടാവുമോ? പരിഹാസം ഒരു തരത്തിലും പ്രയോജനം ചെയ്യുന്ന കാര്യമല്ല. അധിക്ഷേപം കൊണ്ട് ഒരിടത്തും ആധിപത്യം നേടാൻ സാധിക്കില്ല. പരിഹാസം കൊണ്ട് പരാജയപ്പെടുത്താൻ സാധിക്കില്ല. നിയമപരമായിട്ടുള്ള നീക്കത്തിലൂടെ മാത്രമേ ഇതുപോലുള്ള കുഴപ്പങ്ങളിൽ നിന്ന് ഒരു രാജ്യത്തിന് രക്ഷപ്പെട്ടു പോകാൻ കഴിയൂ. അത് മനസ്സിലാക്കണം. അല്ലെങ്കിൽ അത് അങ്ങനെയാണെന്നാണ് പോങ്ങൻ്റെ ഒരു വിചാരം. അത് പങ്കുവെക്കെങ്കിലും എനിക്ക് ചെയ്യേണ്ടതുണ്ടല്ലോ എന്ന് വിചാരിച്ച് അങ്ങ് പറഞ്ഞു പോകുന്നതാണ്. ഭാരത രാജ്യത്തിൽ ഏതു മതത്തിലും ഇവിടുത്തെ പൗരജനങ്ങൾക്ക് തീർച്ചയായിട്ടും വിശ്വസിക്കാം. അതിനൊന്നും ഒരു തടസ്സവും നിൽക്കേണ്ട കാര്യമില്ല. ആരും നിൽക്കരുത്. ഏത് മതത്തിലും വിശ്വസിക്കാം, വിശ്വസിക്കാതെ ഇരിക്കാം. എന്നാൽ മതത്തിനു വേണ്ടി പെണ്ണുങ്ങൾ പേറ്റുശേഷി ഉപയോഗിക്കുന്നത് തീർച്ചയായിട്ടും തടയണം. അങ്ങനെ അങ്ങോട്ട് പെറ്റുകൂട്ടരുത്. പെറ്റുകൂട്ടി ജനാധിപത്യത്തെ കീഴടക്കാമെന്ന വിശ്വാസത്തിൽ മതസ്ഥർ ആവിഷ്കരിച്ചിരിക്കുന്ന ഈ പ്രസവ തന്ത്രത്തെ ഭാരതം പൊളിച്ചെടുക്കണം. മതാതീതമായും മിതമായും പെറുന്ന പെണ്ണുങ്ങളാണ് ജനമാലിന്യം തടയുന്നത്. മതാതീതമായും മിതമായും പെറണം പെണ്ണുങ്ങൾ. ജനമാലിന്യം തടയാനായി മതമംഗകളിൽ പേറ്റു നിയന്ത്രണം കൊണ്ടുവരുന്ന തരത്തിൽ നിയമനിർമ്മാണം നടത്താൻ വേണ്ടുന്നതായിട്ടുള്ള സമ്മർദ്ദം BJPക്ക് മേൽ ചെലുത്തണേ എന്നാണ് RSSനോടുള്ള പോങ്ങന്റെ പ്രഥമ പ്രാർത്ഥന. നമ്മുടെ ഭാരതത്തിന്റെ ഭാരതീയതയ്ക്ക് കൂടുതൽ ഗുണമാകുന്ന നിലയിൽ BJPയുടെ തുടർഭരണങ്ങളെ തെളിക്കാൻ, മുന്നോട്ട് വരാനിരിക്കുന്ന തുടർഭരണങ്ങളെയൊക്കെ തെളിക്കാൻ RSS എന്ന് പറയുന്ന സംഘടന കൂടുതലായും ശ്രദ്ധിക്കണേ എന്നുകൂടി പോങ്ങൻ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാണ് BJP ഒരു താമര കോൺഗ്രസ് ആവുന്നതെന്ന് ആരെങ്കിലും പോങ്ങനോട് ചോദിച്ചാൽ സംശയം കൂടാതെ ഞാനൊരു ഉത്തരം അങ്ങോട്ട് പറയും. എപ്പോഴാണോ BJPക്ക് മേലുള്ള RSSന്റെ അദൃശ്യ നിയന്ത്രണം നഷ്ടപ്പെടുക, അപ്പോഴാവും BJP ഒരു താമര കോൺഗ്രസ് ആയി മാറുക. ഇതായിരിക്കും എൻ്റെ ഉത്തരം. ഈ GDP പരിശോധിച്ചാൽ ഭാരതം ഇന്ന് 3-ാം സ്ഥാനത്താണ്. അമേരിക്കയ്ക്കും ചൈനയ്ക്കുമൊക്കെ പിന്നിൽ. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ചതുരശ്ര മൈലിന് 37 ആളുകൾ എന്നതാണ് അമേരിക്കയുടെ ജനസാന്ദ്രതയെങ്കിൽ ചൈനയുടേതും 380 ആളുകളാണ്. ഒരു ചതുരശ്ര മൈലിൽ 380 ആളുകളാണ് ചൈനയിൽ പാർക്കുന്നത്. എന്നാൽ ഈ മഹാരാജ്യത്തെ ഏതാണ്ട് 1200ഓളം ആളുകളാണ് ഒരു ചതുരശ്ര മൈലിൽ തിങ്ങിപ്പാർക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാനിൽ പോലും ജനസാന്ദ്രത നമ്മളെക്കാൾ കുറവാണ്. അതൊരു മതരാഷ്ട്രമാണ്. എന്നിട്ട് പോലും അവിടെ വളരെ കുറവാണ് നമ്മളെക്കാൾ ജനസാന്ദ്രത. അതുപോലെ തന്നെ ലക്ഷണമൊത്ത ഒരു മതരാഷ്ട്രമായിട്ടുള്ള സൗദി അറേബ്യ, അവിടെ ചതുരശ്ര മൈലിന് വെറും 38 ആളുകൾ മാത്രമേ ഉള്ളൂ. അമേരിക്കയിൽ 37 ആണെങ്കിൽ സൗദി അറേബ്യയിൽ വെറും 38 ആളുകൾ മാത്രമേ ഒരു ചതുരശ്ര മൈലിൽ താമസിക്കുന്നുള്ളൂ. അവിടെയൊന്നും ഇങ്ങനെ കൊണ്ടുപിടിച്ച് പെറുന്നില്ല. അതിൽ അതിശയവുമില്ല കേട്ടോ പോങ്ങന്. കാരണം പോങ്ങൻ കേട്ടിട്ടുണ്ട് ഈ അർബുദം ഹൃദയത്തെ ബാധിക്കില്ല എന്ന്. ഹൃദയത്തെ മാത്രം അർബുദം ബാധിക്കില്ല. ഏത്? എന്തായാലും കൂടുതലൊന്നുമില്ല. ഇനിയും ഈ മണ്ണിനെ പേറുകൊണ്ട് വീർപ്പ് മുട്ടിക്കാതിരിക്കാനും ജനമാലിന്യം കൊണ്ട് മൂടാതിരിക്കാനും വേണ്ടുന്ന ഒരു കരുതൽ തീർച്ചയായിട്ടും RSSന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാവണേ എന്ന് മാത്രമേ പോങ്ങന് പ്രാർത്ഥിക്കാനുള്ളൂ. ആ ഒരു പ്രാർത്ഥനയോടുകൂടി പോങ്ങൻ ഈ സംസാരം ഇവിടെ അവസാനിപ്പിക്കുന്നു. നാളെ മിക്കവാറും കമലദളങ്ങൾ എന്ന് പറയുന്ന തലക്കെട്ടോടു കൂടി ഒരു പ്രാർത്ഥന ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ ഇടയിൽ മറ്റെന്തെങ്കിലും വിഷയം പോങ്ങന് പെട്ടെന്ന് പറയണമെന്ന് തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ അതും ചിലപ്പോൾ പറഞ്ഞു എന്ന് വരും. എങ്കിലും ഈ പ്രാർത്ഥന മുടക്കുന്നില്ല. പോങ്ങൻ്റെ മനസ്സിലുള്ളത് പങ്കുവച്ചതിന് ശേഷം പോങ്ങൻ ഈ സംസാരം നിർത്താം. ഈ സംസാരം എന്ന് പറഞ്ഞാൽ ഇത്തരം വിഷയങ്ങൾ നിർത്തിക്കോളാം. പിന്നെ ഹിന്ദുവിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടോ അതല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സംഘീയ കാര്യം പറഞ്ഞുകൊണ്ടോ ഒന്നും പോങ്ങൻ വരില്ല.